നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മെയ് 12 മുതൽ മെയ് 18 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 15-ാം തീയതി സൂര്യൻ ഇടവം രാശിയിലേക്ക് മാറുന്നു. ആ ഒരു മാറ്റം മാത്രമാണ് ഈ ആഴ്ചയുള്ളത്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2-ലാണ്, ശനി 11-ലാണ്, 12-ലാണ് ചൊവ്വയും അതുപോലെ തന്നെ രാഹുവും. സാമ്പത്തികമായ നേട്ടവും തങ്ങളുടെ കർമ്മമേഖലകളിൽ, തങ്ങളുടെ ജോലി മുതലായ മേഖലകളിലൊക്കെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഗുണം തന്നെയാണ് കാണുന്നത്. പക്ഷേ ചിലവ് വർദ്ധിച്ചിരിക്കാനും ആ ചിലവ് പലപ്പോഴും ശാരീരികമായ അവശതയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്കോ, അത് അലർജി സംബന്ധമായ അസുഖങ്ങൾക്കോ ത്വക്ക് രോഗങ്ങൾക്കോ അതുമല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഏതെങ്കിലും മേഖലകളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാൽ സാമ്പത്തികമായി കൂടുതൽ മുൻകരുതൽ എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാവുന്ന ഒരവസരം മാത്രമാണ് കാണുന്നത്. അധികമായ ഊർജം ബുദ്ധിശക്തിയുടെ കാര്യത്തിലായാലും ശരി, പ്രവർത്തനങ്ങളുടെ കായികമായ പ്രവർത്തനങ്ങളിലായാലും ശരി ഉപയോഗിക്കുന്നത് അത്ര നന്നല്ല ഈ ആഴ്ചയും. കാരണം 12-ൽ നിൽക്കുന്ന ചൊവ്വ അതിനൊക്കെ ദോഷം വരുത്തും. 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടഭാവമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ, ഒപ്പം രാഹുവും കൂടെ നിൽക്കുമ്പോൾ, പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ വർദ്ധിക്കും. ചൊവ്വ പലപ്പോഴും നമ്മുടെ വർത്തമാനത്തിൽ കാർക്കശ്യങ്ങൾ ഉണ്ടാക്കും, പ്രവർത്തനങ്ങളിൽ പാരുഷ്യം ഉണ്ടാക്കും. അത് മറ്റുള്ളവർക്ക് ദോഷമായി വരാം. അതുകൊണ്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം, ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകാം, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാക്കുതർക്കമോ വഴക്കമോ ഉണ്ടാകാം. തങ്ങളുടെ പ്രവർത്തന മേഖലകളിലും മിതമായ ഒരു അവസ്ഥ കാണിച്ചില്ലെങ്കിൽ അതൊക്കെ ദോഷമുണ്ടാകാം. പക്ഷേ ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് 2 ഗ്രഹങ്ങൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും ശനിയും വ്യാഴവും വളരെ നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഐശ്വര്യവും സമ്പത്തും പ്രവർത്തന മേഖലകളിലെ വിജയവും ഇവരോടൊപ്പം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം 9-ാം ഭാവാധിപൻ 2-ൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് വിദേശത്തു നിന്ന് ധനസഹായം വരും. അല്ലെങ്കിൽ വിദേശത്തുള്ളവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ മനസ്സിന് ആരോഗ്യവും അതുപോലെ തന്നെ മനസ്സിന് സമാധാനവും ലഭിക്കുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കും അവർക്കവിടെ. അവരെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കുറവുണ്ടാകും. മാത്രമല്ല അവരെക്കുറിച്ച് അഭിമാനം തോന്നുന്ന അവസരങ്ങളും ഒക്കെ ഉണ്ടാകാവുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി തേടി പോകുന്നവർക്കും സാമ്പത്തികമായി മേന്മ തുടങ്ങുന്ന ആഴ്ചയോ തുടങ്ങുന്ന മാസമോ ആണിത്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഗുണകരമായ കാര്യം കാണുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യത്തിലും ഇപ്പോൾ ഉണ്ടാകുന്ന നേട്ടത്തിലൊന്നും അഹങ്കാരം പാടില്ല. അതുപോലെ തന്നെ വേഗത കുറച്ചുകൊണ്ട് സാഹസിക കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധിക്കുക. വേഗത മാത്രം കുറച്ചാൽ പോരാ, ജാഗ്രതയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും വേണം ഓരോ കാര്യങ്ങളിലും. അപകട സാധ്യതകളും വാക്കിൽ നിന്നുണ്ടാകുന്ന, പാരുഷ്യത്തിൽ നിന്നുണ്ടാകാവുന്ന, അഹങ്കാരത്തിൽ നിന്നുണ്ടാകാവുന്ന ചില പരാജയങ്ങളും ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12-ാം തീയതി താരതമ്യേന ഭേദപ്പെട്ട ദിവസമാണ്. അതിനുശേഷം പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 18 ആണ്. ബാക്കി ദിവസങ്ങൾ താരതമ്യേന മോശമെന്നല്ല, പക്ഷേ ചിലപ്പോൾ ചില ആശങ്കകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാതാവിന് ദോഷമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കും മാതാവിനുമൊക്കെ നേരിയ തോതിലുള്ള ശാരീരിക അവശത ഉണ്ടാകാൻ ഇടയുണ്ട് ഇടയ്ക്കുള്ള ദിവസങ്ങൾ. അടുത്തത് ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴത്തിൻ്റെ മാറ്റം താരതമ്യേന ഭേദമാണ്. കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ ഇവർക്ക് നല്ലതിൻ്റെ പല ഗുണങ്ങളും അനുഭവിച്ച് തുടങ്ങിയേക്കാവുന്ന ഒരാഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ഗതികേടിൻ്റെയും ദോഷത്തിൻ്റെയും ഒക്കെ മോശം വശങ്ങൾ മാറിക്കൊണ്ട് പൊതുവേ ഒരു നല്ല അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആശങ്കകൾ അകന്നു എന്നൊരു തോന്നൽ, മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി തേടുവാനോ പഠന സംബന്ധമായ കാര്യത്തിന് പോകുവാനോ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടായി തുടങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് അനുകൂലകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഒരു മാറ്റമുണ്ടാകുന്നു. ജോലി നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ജോലിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രാപ്തിക്കുറവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകേടോ കൊണ്ട് മാറ്റി നിർത്തിയിരുന്ന അവസ്ഥകൾക്ക് മാറുന്നു. തങ്ങളുടെ കഴിവിനെ മാനിക്കുകയും തങ്ങൾക്ക് ജോലിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. അത്തരം ആഴ്ചകൾ, അത്തരം ദിവസങ്ങളുടെയും അനുഭവങ്ങളുടെയും തുടക്കമാകുന്നു. അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. അത് ഭാവിയിലേക്ക് കൂടുതൽ ഗുണമുള്ളതായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷിക്കാവുന്ന ഒരു അവസരം ആണ് ഈ ഒരാഴ്ച. സാമ്പത്തികമായ ഗുണം കാണുന്നുണ്ട്.
കുറച്ചുകൂടി നല്ല വസ്ത്രങ്ങൾ അണിയുക, നല്ല ഉപഹാരങ്ങൾ ലഭിക്കുക, മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും മനസ്സന്തോഷത്തിനും കാരണമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ ആഴ്ച അനുഭവിക്കാൻ ഇടയാവും. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. എന്നാൽ സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള അവശതയോ പ്രശ്നമോ ഉണ്ടാകാം. പലപ്പോഴും തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂവോ അതായത് അഭിമുഖമോ മത്സര പരീക്ഷയോ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അതിനെക്കുറിച്ച് ആശങ്കയുണ്ടാകുമെങ്കിലും അതൊക്കെയും വിജയത്തിൽ കലാശിക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാഗ്യം ഇവർക്ക് അനുകൂലമാണ്. മാനസികമായി ആശങ്കകളുണ്ടെങ്കിലും ചിന്താക്കുഴപ്പങ്ങളുണ്ടെങ്കിലും അവസാന നിമിഷത്തിൽ അതെല്ലാം മാറി വിജയം ഇവരെ അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഇടവക്കൂറുകാർക്കും ഈ ആഴ്ച നല്ലതാണ്. സാമ്പത്തിക നേട്ടം വന്നു തുടങ്ങുന്നു. അതുപോലെ ജോലിയിൽ മാറ്റമുണ്ടാകുന്നു, ജോലി ലഭിച്ചു തുടങ്ങുന്നു. പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് കാൽമുട്ട്, കാൽപാദങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് ചെറിയ അപകട സാധ്യതകളോ വേദനയോ നീരോ നീക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എടുത്തുചാട്ടം, ഓവർ സ്പീഡ്, ഇതൊക്കെ ഇവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് നേരിയ അപകട സാധ്യതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. സമാന്തരമായ ചില രംഗങ്ങളിൽ നിന്നും ജോലി കൂടാതെ തന്നെ കഴിവുകൾ ഉപയോഗിച്ച് പണം നേടാനുള്ള ഒരു ആഴ്ച കൂടിയാണ് ഈ സമയവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13, 14, 15 സായാഹ്നം വരെയും ഇവർക്ക് ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നല്ല നേട്ടത്തെ തന്നെ സമ്മാനിക്കും. തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവർക്ക് കായികവും മാനസികവുമായ ശക്തി ചെലുത്താൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മമേഖല അതായത് ജോലി സ്ഥലം കൂടുതൽ ഇവർക്ക് പുഷ്ടികരമായി തോന്നുന്നു. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കപ്പെടുന്നു. മേലധികാരികളിൽ നിന്നും അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്നുമൊക്കെ അഭിമാനപൂർവമായ വാക്കുകൾ കേൾക്കാൻ ഇടവരുന്നു. അത് തങ്ങളുടെ ജോലിക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. ചില പ്രത്യേക കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവർ, ചില പ്രത്യേക സിദ്ധികളുള്ളവർ, കലാകാരന്മാർ, ഇവർക്കൊക്കെയും തന്നെ നല്ല കാലമാണ് ഈ ആഴ്ചയും. സാമ്പത്തികമായ നേട്ടമുണ്ട്. എന്നാൽ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കാം. പ്രത്യേകിച്ച് പിതാവിന് എന്തെങ്കിലും അസുഖമോ കണ്ണ് സംബന്ധമായ രോഗമോ ഒക്കെ ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പുകൾ, ഈ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. ഹൃദയം വാർദ്ധക്യത്തിലെത്തിയവർക്കും അതുപോലെ തന്നെ ജന്മനാ തന്നെ ഹൃദയ സംബന്ധമായ ദൗർബല്യമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. പൊതുവെ സാമ്പത്തികമായ ഗുണം പ്രത്യേകിച്ച് 15ാം തീയതിക്ക് ശേഷം ചിലവൽപ്പം വർദ്ധിച്ചിരിക്കുമെങ്കിലും സാമ്പത്തികമായ ഗുണം ഇവർക്കുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കും എന്ന് പറഞ്ഞാൽ ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ ആലോചിക്കും. വീട് വയ്ക്കുക, വിദ്യാഭ്യാസ സംബന്ധമായ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മക്കളുടെ രോഗശുശ്രൂഷകൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, അത് ഉടനെ ലാഭമൊന്നും ഉണ്ടാകുകയില്ലെങ്കിലും ഭാവിയിലേക്കൊരു മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ പണം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. എന്നാലും പൊതുവെ മിഥുനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച നല്ലത് തന്നെ എന്ന് പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 12ാം തീയതി നല്ലതാണ്. പിന്നെ 15 സായാഹ്നത്തിന് ശേഷം 16, 17 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. അഷ്ടമത്തിൽ ശനി ഉള്ളതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാർ പലരും തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിളിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരും ഒക്കെ പറയുന്നത് കാര്യം മാറി വന്നിട്ടുമൊക്കെ ശനിയുടെ ഇത് കിടപ്പുണ്ട് എന്നാണ്. പക്ഷേ വ്യാഴം അവർക്ക് 11ൽ വന്നിരിക്കുന്നു എന്നത് കഴിഞ്ഞ ആഴ്ച തൊട്ടേ ഞാൻ പറയുന്നുണ്ട്. 11ാം ഭാവത്തിൽ വരുമ്പോൾ എന്തായാലും വ്യാഴം അനുഗ്രഹിക്കാതെ തരമില്ല. മാത്രമല്ല കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. അത് 11ലേക്ക് വരുമ്പോൾ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട ഇവരുടെ ആഗ്രഹങ്ങൾക്ക് സാധൂകരണം ലഭിക്കും. അത് ഈ ഒരു വർഷം ലഭിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനകത്ത് എപ്പോൾ വേണമോ സാധ്യമാകും. ബാക്കി ഗ്രഹങ്ങളും അപഹാരവും ദശയുമൊക്കെ അനുകൂലമാണെങ്കിൽ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനങ്ങൾ കേൾക്കും. ഈ ആഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നേരിയ തോതിലുള്ള അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും ഗുണകരമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഗുണകരമായ വർത്തമാനങ്ങൾ കേൾക്കും. മനസ്സിന് സ്വാതന്ത്ര്യവും മനസ്സിന് സമാധാനവും ലഭിക്കുന്ന ചില ആത്മീയ സന്ദേശങ്ങൾ, ചില ആത്മീയ സമ്മേളനങ്ങൾ, ഇതിലൊക്കെ പങ്കുകൊള്ളാൻ ഇടവരും. സത്സംഗത്തിൻ്റെ കൂടെ അമ്പലങ്ങളിൽ പോകുവാനോ മറ്റ് പര്യടനങ്ങളിൽ പോകുവാനോ ഒക്കെ സാധിക്കും. തീർത്ഥയാത്രകളിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ പൊതുവെ ഗുരുജനങ്ങളിൽ നിന്നും പിതാവിൽ നിന്നുമൊക്കെ അനുഗ്രഹം കിട്ടുന്ന സമയമാണ്. പിതൃസ്വത്ത് ഭാഗിച്ചു കിട്ടും. പിതൃസ്വത്തിൽ നിന്ന് വരുമാനമോ അല്ലെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കൂടുതൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ, പ്രത്യേകിച്ച് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാനോ സാധിക്കും. അതിൻ്റെയൊക്കെ തുടക്കം ആണ് ഈ ആഴ്ച. അല്ലെങ്കിൽ അത് ഏകദേശമൊക്കെ ആയി നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് വരുമാന സാധ്യതയോ അത് വിജയസാധ്യതയിലോ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
പൊതുവെ യാത്ര കൊണ്ട് ഗുണം, സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഈശ്വരാധീനം, ഭാഗ്യം, സന്താനങ്ങൾക്ക് ഗുണമൊക്കെ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിൽ ശനി എന്ന് പറയുമ്പോൾ സർവ്വകാര്യങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഘ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താമസമോ കാലതാമസമോ വരുത്തിയിട്ടേ ഗുണം തരികയുള്ളൂ എന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ കുറേ ആഴ്ചകളേക്കാൾ ഗുണം വ്യാഴം 11-ൽ വന്നതുകൊണ്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒപ്പം 10-ൽ നിൽക്കുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ അനുഗ്രഹം കർമ്മരംഗത്ത് എന്തായാലും ഉണ്ടാവും. മാത്രമല്ല ശുക്രൻ്റെ കൂടെ ബുധനുമുണ്ട്. അപ്പോൾ കഴിവും അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള കഴിവും അഭ്യസിച്ചു നേടിയ കഴിവും കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ഇറക്കാൻ സാധിക്കുന്നത് കൊണ്ട് വരുമാനവും തൊഴിലിൽ വളരെ ഉയർച്ചയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും ചൊവ്വയും പിതാവിന് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ ചിലപ്പോഴെങ്കിലും ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിലോ യാത്രയിലോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാൽ 9-ാം ഭാവാധിപനായ വ്യാഴം 11-ൽ ബലവാനായി നിൽക്കുന്നതിനാൽ ആ തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം. 3-ൽ നിൽക്കുന്ന കേതു ഇവർക്ക് മാനസികമായി സന്തോഷം ലഭിക്കുകയും ചെയ്യും. സഹോദരങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരിക അവശത ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13, 14, 15 സായാഹ്നം വരെയും നല്ലതാണ്. പിന്നെ 18-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിലോട്ടാണ് വ്യാഴം വന്നിരിക്കുന്നത്. 10-ലെ വ്യാഴം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് സന്തോഷത്തിന് വക നൽകുന്ന വാർത്തകൾ കേൾക്കുകയോ തീരുമാനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ മനസ്സിനെ അലട്ടിയിരുന്ന സാമ്പത്തികമായ ആശങ്കകൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ ആശ്വാസം ലഭിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ചിലപ്പോൾ വീണ്ടും ഒരു യാത്ര തങ്ങളുടെ പഴയ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കമ്പനികളിലേക്കോ തിരിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. സമാന്തരമായ ചില ജോലികൾ കൂടി ഇപ്പോൾ ഇവർക്ക് കൈയാളേണ്ടി വരും. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും കാണുന്നു. എന്നാൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കർമ്മരംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത് പലപ്പോഴും വളരെ ശ്രദ്ധാപൂർവം നേരിടേണ്ട ഒന്നാണ്. കാരണം കണ്ടകശനിയും അഷ്ടമത്തിൽ രാഹുവുമുണ്ട്. അതിൻ്റെ അർത്ഥം തനിക്ക് ലഭിച്ചിരിക്കുന്ന അഭിമാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വകയായ ജോലിയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക നേട്ടങ്ങളെയോ ഇല്ലാതെയാക്കാൻ കണ്ടകശനിയുടെയും അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെയും 2-ൽ നിൽക്കുന്ന കേതുവിൻ്റെയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കണം. ശത്രുവിൻ്റെ രൂപത്തിലും വിമർശന രൂപത്തിലും ആത്മവിമർശനത്തിൻ്റെ രൂപത്തിലുമൊക്കെ അത് കടന്നു വരാം. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി വിനയത്തോടുകൂടി തങ്ങളുടെ ജോലികൾ ചെയ്യുക എന്നത് മാത്രമാണ്. ആരെയും ചതിക്കുവാനോ ആരെയും ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുവാനോ ശ്രമിച്ചാൽ അതൊരു പക്ഷേ സ്വന്തം സാമ്പത്തികമായ വരവിന് തന്നെ പാരയായി മാറാം, ജോലിക്ക് തന്നെ ഒരു പ്രശ്നമായി മാറാം. അതുകൊണ്ട് അങ്ങേയറ്റം ഈശ്വര ചിന്തയോടുകൂടി വിനയത്തോടുകൂടി കൃത്യം ആത്മാർത്ഥതയോടുകൂടി തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജോലി ചെയ്യുക എന്നത് മാത്രമാണ്. അപ്ഡേറ്റിംഗ് വളരെ ശക്തമാണ്. കാര്യങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വിമർശനങ്ങൾ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചിലപ്പോൾ കഴിവും പ്രാപ്തിയുമൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ശാരീരികമായ അവശതയുടെ രൂപത്തിൽ വില്ലൻ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യവും ശ്രദ്ധിക്കണമെന്നർത്ഥം. അപകട സാധ്യതകളും കൂടെയുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ അത് സൂചിപ്പിക്കുന്നു. അപവാദങ്ങൾ ഉണ്ടാകാം. തങ്ങൾ നേടിയ നേട്ടങ്ങൾ ഫോൾസാണ്, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ അപവാദങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അതിനെതിരെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാത്തിനും കാലം മറുപടി കൊടുക്കുമെന്നുള്ള ചിന്തയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ മുന്നേറുക. തീർച്ചയായിട്ടും അവർക്ക് വിജയമുണ്ടാകും. ഇതിൽ നിന്നൊക്കെ മാറുകയാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ക്ഷുഭിതനാകുക, അഹങ്കരിച്ച് വർത്തമാനം പറയുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുമ്പോഴാണ് തങ്ങളുടെ അടി പതറിപ്പോകുന്നത്. അത് കാരണം മോശം കാലങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. വ്യാഴം മാത്രമാണ് 10-ൽ സഞ്ചരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ചില ദോഷങ്ങൾ 10-നുണ്ട് താനും. അത് പക്ഷേ എപ്പോഴും പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കാരണവസ്ഥാനത്തുള്ള മാതാപിതാക്കളുടെ ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ഉഗ്രഭാവത്തിലുള്ള ദേവീക്ഷേത്രത്തിലോ ഒക്കെ മൃത്യുഞ്ജയ ഹോമമോ മറ്റുമൊക്കെ ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12, 15 സായാഹ്നത്തിന് ശേഷം 16, 17 ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുണമുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രനും അത്ര ദോഷം ചെയ്യില്ല. അഷ്ടമത്തിലെ ബുധനും വിദ്യാഭ്യാസ സംബന്ധമായോ അറിവ് സംബന്ധമായോ പ്രത്യേകമായ ചില കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഉപജീവനം നടത്തുന്നവർക്കോ ആ കഴിവിനൊന്നും ദോഷം വരുത്തില്ല.
പക്ഷേ അഷ്ടമത്തിലെ ബുധൻ ത്വക്ക് രോഗത്തിന് ഇടയുണ്ടാക്കാം. ശാരീരികമായ ചെറിയ അവശതകൾ കാരണം ചിലപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റാതെ ഇരിക്കാം. അങ്ങനത്തെ ഇത് കാണുന്നുണ്ട്. അഷ്ടമത്തിലെ ശുക്രൻ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾക്കും ദോഷമുണ്ടാക്കാം. അതുകൊണ്ട് കുടുംബത്തിലോ അല്ലെങ്കിൽ കൂട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ബിസിനസ് മേഖലയിലോ ഒക്കെ ചിലപ്പോൾ ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അത് തങ്ങളുടെ കർമ്മമേഖലയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ആണെങ്കിൽ കൂട്ട് ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ചിലപ്പോൾ ചില താളപ്പിഴകൾ ഉണ്ടാകാം. അതുകൊണ്ട് പരസ്പരം വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ മുടക്കൊന്നും ഇല്ലെങ്കിലും ഈ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ മുടക്കുകളൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ അഷ്ടമത്തിലെ ബുധൻ ത്വക്ക് രോഗ സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങൾക്കോ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ബുധൻ മറ്റു ദോഷങ്ങൾ വലുതായിട്ട് വരുത്തില്ല. പൊതുവെ ആശങ്കകളും പിരിമുറുക്കങ്ങളും കൊണ്ട് പ്രശ്നമുണ്ടാക്കിയേക്കാം എട്ടിൽ നിൽക്കുമ്പോൾ എന്നതാണ് ഒരു ദോഷം. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു അതുപോലെ ചൊവ്വ, ഇത് ബന്ധങ്ങളിൽ അഷ്ടമത്തിൽ ശുക്രനുമുണ്ട്. അപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കുടുംബം, ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ സംശയമോ കുഴപ്പമോ ഒക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ ഒരു വിരഹത്തിൻ്റെ സാധ്യത, അല്ലെങ്കിൽ കുറച്ചു നാളെങ്കിലും പിണങ്ങി മാറി നിൽക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കാൻ സാധ്യത ഒന്നുമില്ലെങ്കിൽ പരസ്പരം മിണ്ടാതെ ഒരു കൂരയ്ക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വരിക തുടങ്ങിയ അവസരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 6ൽ നിൽക്കുന്ന ശനി ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായുള്ള സാമ്പത്തിക ബാധ്യതയ്ക്ക് ഒരു മാറ്റം വരുത്തും. കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായി മോചനം, തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ധനമോ മറ്റു ദ്രവ്യങ്ങളോ തിരിച്ചു കിട്ടാനുള്ള സാധ്യത, ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പയ്ക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കുന്ന സ്ഥിതിയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായും മറ്റു പൊതുവെയുള്ള കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ട്. ദാമ്പത്യ കാര്യങ്ങളിലും മറ്റ് ചിലപ്പോൾ ചില യാത്രയുടെ കാര്യത്തിലും കൂട്ടു പ്രവർത്തനങ്ങളിലുമൊക്കെ ചെറിയ പാളിച്ചകളും കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12-ാം തീയതി ഗുണം, 13, 14, 15 സായാഹ്നം വരെയും പിന്നെ 18 ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം. പക്ഷേ 7ാം ഭാവത്തിൽ ബുധനും ശുക്രനും ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദോഷമൊന്നും പറയാൻ സാധിക്കില്ല. കാരണം 7ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് പല നേട്ടങ്ങളും സാധിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് അവരുടെ കർമ്മമേഖലയിലും അതുപോലെ തന്നെ ദാമ്പത്യ കാര്യങ്ങളിലുമൊക്കെ ഗുണകരമാണ്. ദാമ്പത്യ കാര്യങ്ങളിൽ ഗുണകരമെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിലുള്ള ജീവിത പങ്കാളിക്ക് ശാരീരികമായ ചെറിയ അവശതയെങ്കിലും ഉണ്ടാകാം. ഒരു ആശ്രയത്തിന് വേണ്ടി ചിലപ്പോൾ ജീവിത പങ്കാളിയെ കൊണ്ടപ്പോൾ സാധിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ സുഹൃത്തുക്കളോ മറ്റാളുകളോ ഒക്കെ സഹായത്തിനുണ്ടാവും. ജോലി സംബന്ധമായ കാര്യത്തിലും വിദേശയാത്രയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ ഗുണകരമായ കാര്യം കാണുന്നു. കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഗുണകരമാണ്. വളരെ പൊടുന്നനവയെക്കുറിച്ച് സാമ്പത്തികമായ അനുഭവങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇവരെ തേടിയെത്തും. പ്രതീക്ഷിച്ചിരുന്ന ഭാഗത്തു നിന്നും പണം വന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഇവരെ തേടിയെത്തും. ജോലി സംബന്ധമായ കാര്യങ്ങളിലും സന്തോഷകരമായ വാർത്തകൾ ഈ ആഴ്ച കേൾക്കാൻ സാധിക്കും. കണ്ണ് ശ്രദ്ധിക്കുക, ഹൃദയം ശ്രദ്ധിക്കുക. വാർദ്ധക്യത്തിലെത്തിയവരും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ന്യൂറോട്ടിക് പ്രോബ്ലം ഉള്ളവർക്കും ശാരീരികമായ അവശത കാണുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇവരിപ്പോൾ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ചും മെയ് 15-ന് ശേഷം ഈ ശാരീരികമായ അവശതകൾ ഇവരെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. പിതാവിനും ശാരീരികമായ അവശത കാണുന്നു. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഇവർക്കിപ്പോൾ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനമെല്ലാം ഇവരെ തേടിയെത്തും. എന്നാൽ ഈശ്വരാധീനവും ഭാഗ്യക്കേടും അസുഖത്തിൻ്റെ പേരിലോ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അസുഖത്തിൻ്റെയോ മറ്റ് വിഷമങ്ങളുടെയോ പേരിലോ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മാത്രമല്ല 20-25 ദിവസം കൊണ്ട് മാറുന്ന അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് മാറുന്ന ബുധനുമൊക്കെ പിന്നീട് അടുത്ത രാശികളിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ദോഷം വരും. പക്ഷേ വീണ്ടും അവർ അടുത്ത 15 ദിവസം കൊണ്ട് തന്നെ നല്ല രാശിയിലേക്കും പോകും. ഏറിയും കുറഞ്ഞും കാര്യങ്ങൾ ഇരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13, 14, 15, 16, 17, അതായത് 13 മുതൽ 17 വരെ ഗുണകരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഈ ആഴ്ചയിൽ. അടുത്തത് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. കണ്ടകശനി ആയിരുന്നു, ഇപ്പോഴുമാണ്. അതുപോലെ തന്നെ 6ൽ നിന്നിരുന്ന വ്യാഴം 7ൽ പോയി, നല്ലതാണത്.
കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിത് പറഞ്ഞപ്പോൾ 7-ൽ വ്യാഴം പോയി, പക്ഷേ 6-ലെ ശുക്രൻ അത്ര നല്ലതല്ല, അത് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് വളരെ ഫീൽ ചെയ്ത് എഴുതിയിരുന്നു 6-ൽ നിൽക്കുമ്പോൾ മോശമെന്ന് പറഞ്ഞാൽ 7-ൽ പോയിട്ട് മോശമാണോ പറയുന്നത്. വ്യാഴം 7-ൽ പോയതിന് ആരും മോശം പറഞ്ഞില്ല. ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിട്ടേ മറുപടി പറയാൻ ശ്രമിക്കാവൂ. 7-ലേക്ക് വ്യാഴം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണമാണ്. പക്ഷേ വ്യാഴം ഒരു വർഷം കൊണ്ടാണ് ഒരു രാശി കിടക്കുന്നത്. ഒരു ഡിഗ്രി കിടക്കാൻ 12 ദിവസം എടുക്കും, അതിന് സമയമെടുക്കും. എന്നാൽ ശുക്രൻ 20-25 ദിവസം കൊണ്ട് ഒരു രാശി കിടക്കുന്നു. അപ്പോൾ വേഗതയിൽ പോകുന്ന ശുക്രൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ അത് ദാമ്പത്യത്തിന്, പ്രത്യേകിച്ച് ആ വ്യക്തിയോട് തന്നെ പറയുകയാണ്, ദാമ്പത്യത്തിന്, അതായത് വിവാഹ സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ പ്രണയമാണെങ്കിൽ ആ പ്രണയ ജോഡികൾക്ക് തമ്മിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6-ൽ ബുധനും സഞ്ചരിക്കുന്നു, അതത്ര നല്ലതല്ല ഇപ്പോൾ. എന്നാൽ 7-ലെ വ്യാഴം ഈ ആഴ്ച തൊട്ടൊക്കെ ഇതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഒരു ദോഷമുണ്ടായാലും പരസ്പരം തന്നെ അവർക്കതിൻ്റെ പരിഹാരം തേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം, ഭാഗ്യം ഒക്കെ ഇവരുടെ കൂടെയുണ്ട്. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട അനുകൂലമായ വാർത്ത കേൾക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള സാധ്യത കൂടുതൽ തെളിവാർന്നു വരുന്നു. പഠന സംബന്ധമായ കാര്യത്തിൽ, പ്രത്യേകം മറ്റു രാജ്യത്ത് എവിടെയെങ്കിലും പോയി ഉപരിപഠന സംബന്ധമായ പെട്ടെന്ന് ജോലി കിട്ടുന്ന തരത്തിലുള്ള ചില പഠനങ്ങൾക്ക് ഇവർക്ക് ഇപ്പോൾ സാധ്യത തെളിയുന്നതാണ്. അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തോടു കൂടി ചെയ്യുന്ന ചില ബിസിനസ്സുകൾ, മറ്റു ചില പ്രോജക്റ്റുകൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇവർക്ക് വിജയസാധ്യതയുടെ വക്കിലൂടെ സഞ്ചരിക്കുന്നതാണ്. സാമ്പത്തികമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ നേട്ടമൊക്കെ കാണുന്നു. ദാമ്പത്യ സംബന്ധമായി ഇപ്പോഴും ആ പ്രശ്നം തുടരുന്നുണ്ട്. ചിലപ്പോൾ ഏറ്റവും അടുത്ത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില അവസരങ്ങളോ ഉണ്ടായേക്കാം. ഈശ്വരാധീനം കൂടെയുണ്ട്, പരിഹരിക്കാൻ സാധിക്കും. 5-ൽ നിൽക്കുന്ന രാഹുവും ചൊവ്വയും മനസ്സിൽ പകയും വിദ്വേഷവും പടർത്തും. അപ്പോൾ സ്വാഭാവികമായും എപ്പോഴും മനസ്സിൽ പകയും വിദ്വേഷവുമൊക്കെ വരുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ. അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് വിദ്വേഷം. അപ്പോൾ അതുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഇടയിൽ പകയും വിദ്വേഷവും അസൂയയും ഒക്കെ വില്ലനായി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക, അതില്ലാതെയാക്കാൻ. ബാക്കി ദോഷങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ 4-ൽ കണ്ടകനുള്ള കാര്യം മറക്കാതിരിക്കാം. 4 പറഞ്ഞാൽ ഒരുമിച്ച് ചേരുന്ന അവസ്ഥ, പൊതുവായ ഇടത്ത് ഒരുമിച്ച് ചേരുന്ന അവസ്ഥ, കുടുംബം, സൗഹാർദ്ദങ്ങൾ, ജീവിതാനുഭവങ്ങൾ, മനസ്സിൻ്റെ സന്തോഷം, വാഹനം, മാതാവ്, ഇതെല്ലാം 4 കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ ആ 4-ാം ഭാവം കൂടെ ആലോചിക്കുക. ഒരുമിച്ച് ചേരുന്നതാണ് പ്രണയാർത്ഥികൾ, ഒരുമിച്ച് ചേരുന്നതാണ് ജീവിത പങ്കാളിയുമൊത്തുള്ള കുടുംബം. അവിടെ കണ്ടകനായ ശനി നിൽക്കുന്നു. ഇതെല്ലാം ചിന്തിച്ചേ ഓരോന്ന് പറയാവൂ. വ്യാഴം 7-ൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. സർവാനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 സായാഹ്നത്തിന് ശേഷം 16, 17, 18 ഗുണകരമാണ്. അടുത്തത് ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന, ഭാഗ്യം സമ്മാനിച്ചു കൊണ്ടിരുന്ന വ്യാഴം നഷ്ടസ്ഥാനത്തേക്ക് 6-ലേക്കാണ് പോയിരിക്കുന്നത്. ദുരിതത്തിൻ്റെ രാശിയിലാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം 4-ൽ നിൽക്കുന്ന രാഹു, ചൊവ്വ, ഇതെല്ലാം തന്നെ കുടുംബ സംബന്ധമായോ തൊഴിൽ ഇടങ്ങളിലോ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 5-ലെ ശുക്രനും ബുധനും ഇവർക്ക് അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും രക്ഷ കൊടുക്കും. കാരണം ശുക്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ ബുദ്ധിശക്തിക്കും ഭാഗ്യത്തിനും വർധനവുണ്ടാകും, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പുതിയ പ്രോജക്റ്റുകൾ ഇവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. തങ്ങളുടെ ആശയപരമായും കർമ്മോന്മുഖവുമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രകാശമുണ്ടാകും. അതിൻ്റെ അർത്ഥം തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ നന്നാവും. അതിൽ നിന്ന് ഇവർക്ക് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും, മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. ഉദ്യോഗ കയറ്റമുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാം. സാമ്പത്തികമായ ഉയർച്ചയുണ്ടാവും. മനസ്സിന് സമാധാനം നൽകുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ, 6-ൽ പോകുന്ന വ്യാഴം ശത്രുവിനെ വർദ്ധിപ്പിക്കും. ചിലപ്പോൾ മനസ്സിൽ ദുരിതമുണ്ടാകാം. അതുപോലെ തന്നെ ശാരീരികമായ അവശതകൾ ഉണ്ടാകാം. മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ദോഷവശങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവാം. പക്ഷേ അതിനെ എല്ലാം അധികരിച്ചുകൊണ്ട് ഈ ഒരു ഗുണം ഇപ്പോൾ ഇവർക്ക് ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. എന്നാലും മാതാവിൻ്റെ കുടുംബത്തിലും സ്വന്തം കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, മാതാവിന് ശാരീരികമായ അവശത, വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക, കുടുംബസ്ഥലം, ജീവിതസ്ഥലം, ഒരുപക്ഷെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന പുതിയ സ്ഥലത്തിൻ്റെ അന്തരീക്ഷം, ആംബിയൻസ് തന്നെ മാറാം. താമസിക്കുന്ന സ്ഥലത്തും മാറ്റമുണ്ടാകാം. വാഹനം പുതിയത് വരാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കഴിഞ്ഞ 1-2 ആഴ്ചകൾ, ഈ ആഴ്ചകളിലുമൊക്കെ അത് തുടരാം. അത്തരം കാര്യങ്ങളുണ്ട്. അപകടകരമായ ചില അവസ്ഥകളിലൂടെ കുടുംബമോ മാതാവോ ഒക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അവരുടെ നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുക. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 12, 18. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5-ാം ഭാവത്തിലേക്ക് പോയ വ്യാഴം തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണത്തെ കൊടുക്കും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബുദ്ധിശക്തിയും ക്രിയാത്മകതയും ഇവർക്ക് ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ക്രിയേറ്റീവായ രംഗങ്ങൾ, 5 എന്ന് പറഞ്ഞാൽ മനസ്സാണ്,
മനസ്സിലാണല്ലോ എല്ലാം വിരിയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സാന്നിധ്യം വർദ്ധിക്കുന്നു. അവിടെ കുറച്ചുകൂടി കലാബോധവും ഊർജ്ജവും വർദ്ധിക്കുന്നു. അത് ഈശ്വരീയമായ ഊർജ്ജമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ തങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കൂടുതൽ നന്നാക്കാൻ സാധിക്കും. അത് സാമ്പത്തികമായ ഗുണത്തിനത് നാന്ദിയാവുന്നു. അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഉയർച്ചയുണ്ടാകുന്നു. കുടുംബത്തിൽ കുറച്ചുകൂടി ഊഷ്മളമായി പങ്കെടുക്കാൻ സാധിക്കുന്നു. 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതും കുടുംബത്തിന് കൂടുതൽ നല്ലതാണ്. തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ കൂടുതൽ സജീവമായി, അതായത് ഓഫീസിലോ കർമ്മരംഗത്തോ കൂടുതൽ സജീവമായി ഇടപെടാൻ സാധിക്കുന്നു. അവിടെ പലരുമായും നല്ല രീതിയിൽ ഇടപഴകാനും അത് കൂടുതൽ ഉയർച്ചയ്ക്കും തങ്ങളുടെ പേരിനും മതിപ്പിനുമൊക്കെ വില വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. പുതിയ വാഹനം വരാം, വീടിൻ്റെ അന്തരീക്ഷം മാറാം. അതുപോലെ തന്നെ മാതാവിന് ചെറുതായി ഉണ്ടായിരുന്ന ദോഷാവസ്ഥകൾക്ക് ഒരു പരിഹാരമുണ്ടാകാം. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും കുറേയൊക്കെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ, അതുപോലെ രാഹു, ഇത് ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണെങ്കിലും ഇവരുടെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾക്ക് ചിലപ്പോൾ അപകട സാധ്യതയോ പ്രശ്നങ്ങളോ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. കാരണം 3-ലെ ചൊവ്വ സഹോദരൻ്റെ നാശമാണ്, ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെയും കുഴപ്പമില്ല, ആ ഒരു ഭാവത്തിലേക്ക് ആ ഗ്രഹം വരുമ്പോൾ സംഭവിക്കുന്നതാണ്, അല്ലാതെ ഈ വ്യക്തി ആ സഹോദരന് ചെയ്യുന്നതല്ല. അത് പ്രത്യേകം ഓർമ്മിക്കുക. ചിലർ അങ്ങനെയൊക്കെ കയറി പറഞ്ഞു കളയും. അതുകൊണ്ട് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന പാപഗ്രഹം സഹോദരനാണ് ദോഷം. ഈ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും പ്രവർത്തിക്കാനുള്ള ധൈര്യവും അതുവരെ ഉണ്ടായിരുന്ന ആലസ്യവും ഒക്കെ മാറും. മറക്കാതെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം 2-ാം ഭാവത്തിലെ ശനി, അതായത് 7.5 ശനിയുടെ ലാസ്റ്റ് 2.5 വർഷം ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അത് 2025 മാർച്ചിലെ അവസാനിക്കൂ. അതിൻ്റേതായ തടസ്സങ്ങളും പ്രശ്നങ്ങളും മൂലത്തറവാട്ടിലും കുടുംബത്തിലും ഒക്കെ വരാം. തങ്ങളെയും അത് പിന്തുടരാം. അതുകൊണ്ട് ശനി തൊട്ടു പുറകിലുണ്ട്, കറുപ്പ് തൊട്ടു പുറകിലുണ്ട്, ദുഃഖം തൊട്ടു പുറകിലുണ്ട് എന്നുള്ള കാര്യം മറക്കാതെ വേണം ഓരോ കാര്യവും ചെയ്യാൻ. അങ്ങനെ ഒരു ചിന്ത എല്ലാ കാലത്തും എല്ലാ മനുഷ്യനും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അപ്പോൾ അഹങ്കരിക്കില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ധനം വേണമെങ്കിൽ ചോർന്നു പോകാം, ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന ആരോഗ്യം വേണമെങ്കിൽ നഷ്ടപ്പെടാം എന്നൊക്കെ ഒരു ചിന്ത എപ്പോഴും വേണം. അത് അധികമായി നമ്മളെ ആശങ്കപ്പെടുത്താതിരുന്നാൽ മതി. അത് ചെറുതായിട്ടെങ്കിലും നമ്മെ ഓർമ്മിപ്പിച്ചാൽ വലിയ അഹങ്കാരം ഉണ്ടാകത്തില്ല. ചിലർ പറയാറില്ലേ, ഇടയ്ക്കിടയ്ക്കെങ്കിലും ക്യാൻസർ വാർഡിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ ഒന്ന് പോയി നോക്കണമെന്ന്, അപ്പോൾ മനുഷ്യൻ്റെ അഹന്തയൊക്കെ അടങ്ങുമെന്ന്. അതുപോലെ തന്നെയാണ് കാലം മനുഷ്യന് കാണിച്ചു തരുന്നത്. എപ്പോഴും ദുരിതവും ദുഃഖവും കൂടെയുണ്ട്. നാം അറിയുന്നില്ല. അഹങ്കരിക്കാതിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പകുതിയെങ്കിലും ആശ്വാസം കിട്ടും. ഇവരെ സംബന്ധിച്ചിടത്തോളം, മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14, 15 സായാഹ്നം വരെയും കൊള്ളാം. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിന് കഴിഞ്ഞ കുറേ കാലമായി മോശാവസ്ഥയായിരുന്നു. എന്നാൽ മെയ് 1 മുതൽ വ്യാഴം 4-ാം ഭാവത്തിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും കുടുംബത്തിലേക്ക് സാമ്പത്തികമായൊരു മാറ്റം ഈ ആഴ്ചയും അവരെ അനുഗ്രഹിക്കും എന്ന് തന്നെ പറയാം. വലിയ നേട്ടം എന്നല്ല, പക്ഷേ പഴയതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇവർക്കിപ്പോൾ ഉണ്ടാകാം. 3-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ അത്ര ദോഷമൊന്നുമല്ല, അനുകൂലിയാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യത്തിൽ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കും. ബന്ധുക്കൾക്ക് ഗുണമാണ്, സഹോദരങ്ങൾക്കും ഗുണമാണ്. അവരിൽ നിന്ന് ഇവർക്കും സാമ്പത്തിക നേട്ടമോ മറ്റ് സഹായ സഹകരണങ്ങളോ ഒക്കെ ലഭ്യമാകും. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ഊർജ്ജസ്വലത വർദ്ധിക്കും. പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കും. ജോലി സംബന്ധമായ കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കും ഗുണമായിട്ട് കാണുന്നു. ജന്മശനിയുടെ ശാപം ഈ സമയത്ത് ഇവരെ വലുതായിട്ട് ബാധിക്കില്ല. വ്യാഴം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ദോഷങ്ങൾ ഒക്കെ മാറും. സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഇവർക്ക് മതിപ്പ് വർദ്ധിക്കും. മാതാവിന് ചെറിയ തോതിലുള്ള രോഗാവശതകൾ ഇവരെ പിന്തുടരാം. വാഹനവും വളരെ സൂക്ഷിച്ചോടിക്കണം. 2-ൽ ചൊവ്വയാണ്. 2ഉം വാഹനവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും വീട്, വാഹനം, ഈ സ്ഥലത്തൊക്കെ നമ്മൾ അങ്ങേയറ്റം കരുതലോടുകൂടി നടക്കുകയും ഓടുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച, മിനുസമുള്ള പ്രതലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വീഴാനുള്ള സാധ്യത, എല്ലിനോ മാംസത്തിനോ ഒക്കെ പൊട്ടലുണ്ടാവുക, രക്തം വാർന്നു പോവുക, ഇതൊക്കെയാണ് ചൊവ്വയുടെ വിക്രിയകൾ. കൂടെ രാഹുവുമുണ്ട്. ദുഷിച്ച വാക്കുകൾ പുറത്തേക്ക് വരിക, മറ്റുള്ളവരോട് കലഹിക്കുക, നമ്മുടെ മനസ്സിൽ പകയും വിദ്വേഷവുമാണ് എന്ന് മറ്റുള്ളവരോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തുക, തങ്ങളുടെ നാവിൽ നല്ലത് വരണമെന്ന് ഉദ്ദേശിച്ചാലും ചിലപ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ ശാപവാക്കുകൾ പുറത്തേക്ക് വരിക, ഇത് ശത്രുതയിലേക്കും കലഹത്തിലേക്കും കേസിലേക്കുമൊക്കെ വഴിതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസരം കാണുന്നു. നമുക്കിപ്പോൾ അറിയാം, അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ നിസ്സാരമായ 1-2 വാക്കാണ് വലിയ കേസിലേക്കും പ്രശ്നത്തിലേക്കോ മാറിയത്. ഏത് പൊസിഷനിലിരുന്നാലും വാക്ക് വളരെ സൂക്ഷിക്കുക. ആരായാലും അത് സൂക്ഷിക്കുക. കാരണം 2-ാം ഭാവം വാക്കിൻ്റെ ഉറവിടമാണ്. അവിടെ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ബുദ്ധിശക്തി മോശമാവുകയും അധമ വാക്കുകൾ പുറത്തേക്ക് വരികയും ചെയ്യും. അത് നമുക്ക് തന്നെ പാരയാവാം. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസങ്ങളാണ്. അത് 13, 14, 15, 16, 17 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്.
ഇവരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോളം അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങളാണ്. അവരുടേതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്നത് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിൽക്കുന്ന രാഹുവും അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയും അപകട സാധ്യതകളും ശരീരത്തിൽ രോഗാണു പ്രസരണങ്ങളുമൊക്കെ വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. അണുബാധയ്ക്ക് സാധ്യത, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുള്ളവർ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിലും ആഹാരം പാകം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ വളരെ ശ്രദ്ധ വേണം. വളരെ ഹൈജീനിക്കായ അന്തരീക്ഷത്തിൽ അധികം തണുപ്പൊന്നുമില്ലാത്ത ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ വേണം ഇവർ കൂടുതലും കുടിക്കുവാനൊക്കെ ഉള്ളത്. കഴിക്കുവാനും വളരെ അണുവിമുക്തമായ ഭക്ഷണം കഴിക്കണം. കാരണം രാഹു, കേതു ഈ സമന്വയം ശരീരത്തെ ബാധിക്കുമ്പോൾ അത് എപ്പോഴും രോഗത്തിന് വഴിവെക്കാം. വൈറൽ അസുഖങ്ങളൊക്കെ വരാം. ചൊവ്വ നിൽക്കുന്നതിനാൽ അപകട സാധ്യതകളുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. തീയുമായി ബന്ധപ്പെട്ടോ അടുക്കളയിൽ പ്രവർത്തിക്കുന്നവരോ ഇലക്ട്രിക് ജോലികൾ ചെയ്യുന്നവരോ, അതായത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ്. ധനസംബന്ധമായ കാര്യങ്ങളിൽ ശുക്രനും ബുധനും ഒരുമിച്ച് രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും വലിയ ദോഷങ്ങളൊന്നും കാണില്ല. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇപ്പോഴും ഇവർക്ക് ഇവരുടെ തന്നെ മുൻകൈ ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ ദോഷം ഇപ്പോഴും ഇവരെ ബാധിച്ചിട്ടില്ല. വ്യാഴം 3-ൽ പോകുന്നതിൻ്റെ സാമ്പത്തികമായ ഒരു പരുങ്ങൽ വന്നു തുടങ്ങിയിട്ടില്ല. അത് വരും ഇനിയുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ഒരു ക്രമീകരണം ഉണ്ടായിരിക്കുക. ആ കാര്യത്തിൽ മണി മാനേജ്മെൻറ്റിൽ വളരെ ജാഗ്രതയുണ്ടായിരിക്കുക. പിന്നെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യത, ബന്ധങ്ങളിൽ നേരിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നു. 2-ലെ ശുക്രൻ എന്നാൽ ഇവർക്ക് പലപ്പോഴും മിതവും അതുപോലെ മധുരവുമായ സംഭാഷണങ്ങളിലൂടെയുമൊക്കെ കാര്യങ്ങളെ പിടിച്ചു നിർത്താൻ സഹായിക്കും. സാമ്പത്തിക നേട്ടവും ജോലിയിൽ വലിയ മികവും ഉണ്ടാവും. അതുകൊണ്ട് വലിയ ദോഷങ്ങളില്ലാതെ ഈ ആഴ്ചയും മീനക്കൂറുകാർ കടന്നുപോകുമെന്ന് വേണം കരുതാൻ. സാമ്പത്തികം എങ്ങനെയെങ്കിലും ഇവരെ തേടിയെത്തും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 15 സായാഹ്നത്തിന് ശേഷം 16, 17, 18 ഗുണകരമാണ്. ശനി ദോഷത്തിന് ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. കറുത്ത വസ്ത്രം ശനീശ്വരൻ അർപ്പിക്കുക, അല്ലെങ്കിൽ ശാസ്താവിന് നൽകുക, സമർപ്പിക്കുക. പിന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. അതുപോലെ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി പെരുമാറുക. എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ആരും ആരെക്കാളും വലിയവരോ ഒന്നുമല്ല. എളിമ, വിനയം ഇത് രണ്ടും ശനിദോഷകാലത്ത് വളരെ വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന് വ്യാഴദോഷ പരിഹാരത്തിന് ജപിക്കുക. മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. പാൽപ്പായസം, അതുപോലെ നെയ്ത്തിരി കത്തിക്കൽ ഇതെല്ലാം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം വളരെ ഉത്തമം. ഓം നാഗായ നമഃ ജപിക്കുക. നാഗർക്ക് 100 പാലും നൽകുക. നാഗദോഷത്തിന് വളരെ നല്ലതാണ്. കേതുദോഷത്തിന് തടസ്സങ്ങളെല്ലാം മാറുന്നതിനും ആശങ്കകൾ വിട്ടകലാനും രോഗ കടാദികൾ ബാധിക്കാതിരിക്കാനും കേതുവിനെ മാക്സിമം പ്രകീർത്തിക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്നോ ജപിക്കുക. അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.